നമസ്കാരം. എല്ലാ ഞായറാഴ്ചയിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് നമുക്ക് കിടക്കാം. ഈ ആഴ്ച ഗ്ലോബൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഇവന്റുകൾ, സ്റ്റോക്ക് ന്യൂസുകൾ, ഡിവിഡൻഡ് ഡീറ്റെയിൽസുകൾ എല്ലാം തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ നിങ്ങളെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. മാർക്കറ്റിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ആഴ്ച 24,400 നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. ഏകദേശം 25,000 മുകളിൽ മാർക്കറ്റിന് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റി. 600 പോയിന്റിലേറെ റാലിയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാ സെക്ടറും ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇതിൽ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോമൻസ് നടത്തിയിട്ടുള്ളത് റിയാലിറ്റി മെറ്റലാണ്. 10% റാലിയാണ് വീക്കിലി അടിസ്ഥാനത്തിൽ ഈ രണ്ട് സെക്ടറും നൽകിയിട്ടുള്ളത്. കൂടാതെ മീഡിയ സെക്ടറും 9% ഒരു റാലി നമുക്ക് കിട്ടി. ഡിഫൻസ് ഹബ്ബാക്കി മാറ്റും എന്നുള്ള PM-ന്റെ പ്രസ്താവനയെ തുടർന്ന് എല്ലാ ഡിഫൻസ് സ്റ്റോക്കുകളിലും കനത്ത ബൈയിങ് കിട്ടി. BEL എല്ലാം തന്നെ 15%. അദാനി എന്റർപ്രൈസസും ഹീറോ മോട്ടോകോർപ്പുമാണ് ഈ നിഫ്റ്റി 50 ഉള്ള മികച്ച പെർഫോമൻസ് നൽകിയ കമ്പനീസ്. എന്നാൽ ഡിഫൻസിലേക്ക് വരുമ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലെയുള്ള കമ്പനീസ് എല്ലാം തന്നെ 37% റാലി രേഖപ്പെടുത്തി. അവസാന 2 ദിവസങ്ങളിൽ നമ്മളുടെ റെയിൽവേ സെക്ടറും റെയിൽവേ സ്റ്റോക്കുകളും നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് രേഖപ്പെടുത്തി. RVNL നല്ല രീതിയിൽ റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഷിപ്പിംഗ് കമ്പനിയിലേക്ക് വരുമ്പോൾ മസഡോഗും ഏകദേശം ഒരു 30%-ലേറെ റാലി രേഖപ്പെടുത്തിയ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇനി ഈ ഒരാഴ്ചയിലേക്ക് വരുമ്പോൾ FISന്റെ ആക്ടിവിറ്റീസ് വളരെയധികം പ്രാധാന്യമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ. കാരണം കഴിഞ്ഞ ആഴ്ചകളിൽ പല ദിവസങ്ങളിലും റീറ്റെയിലേഴ്സ് നല്ല രീതിയിൽ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും മാർക്കറ്റിനെ പിടിച്ച് നിർത്തിയിട്ടുള്ളത് 2 തുല്യ ശക്തികളായിട്ടുള്ള FISും DISും ആണ്. FISന്റെ ആക്ടിവിറ്റീസ് കാണാം. ഒരു ദിവസം മാത്രം അവർ സെല്ല് നടത്തി. വെള്ളിയാഴ്ച ദിവസമൊക്കെ അവർ 8,831 കോടി രൂപയുടെ ബൈയിങ്, വ്യാഴാഴ്ച ദിവസം 5,392. ഈ കാണാം 13 മെയ്യിൽ മാത്രമാണ് അവർ സെല്ലിങ്ങിലേക്ക് പോയിട്ടുള്ളൂ. DIS ആവട്ടെ വ്യാഴാഴ്ച മാത്രം 1,668 കോടി രൂപയുടെ സെല്ലിങ് നടത്തി. ബാക്കി എല്ലാ ദിവസവും അവർ ബൈയിങ് മോഡലാണ് ഉണ്ടായിരുന്നത്. ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ FIS ഏറെ നാളുകൾക്ക് ശേഷം തിരികെ എത്തി. ഇനിയും നമുക്ക് ഓൾ ടൈം ഹൈയിലേക്ക് ഏകദേശം ഒരു 1,300 അടുത്ത് പോയിന്റ് റാലി രേഖപ്പെടുത്താനുണ്ട്. അപ്പോൾ ട്രംപിൻ്റെ ആ ഒരു വിഷയം, ഇന്ത്യ പാക് ബോർഡർ ടെൻഷനും എല്ലാം തന്നെ സോൾവ് ആയ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. എങ്കിലും അടുത്ത ആഴ്ചയിലേക്കുള്ള മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഗ്ലോബൽ ഈവൻറ്റുകൾ നമ്മൾ എപ്പോഴും വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഗ്ലോബൽ ഈവൻറ്റിലേക്ക് പോകുമ്പോൾ സമയവും ഡേറ്റും അവിടെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. യൂറോസോണിൻ്റെ ഇൻഫ്ലേഷൻ ഡേറ്റ തിങ്കളാഴ്ച ദിവസം മെയ് 19 2:30 ഇന്ത്യൻ സമയമാണ്. കൂടാതെ ഇനിയിപ്പോൾ US നിന്ന് മെയ് 21 ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് 8 PM UK ഇൻഫ്ലേഷൻ മെയ് 21 11:30 AM ഉണ്ട്. എല്ലാം ഇന്ത്യൻ സമയമാണ്. US നിന്ന് മെയ് 22 ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റയുണ്ട്. ന്യൂ ഹോം സെയിൽ ഡേറ്റയുണ്ട്. കൂടാതെ തന്നെ UK നിന്ന് ജർമ്മനിയിൽ നിന്ന് ജർമ്മൻ GDP ഡേറ്റയുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച അത്ര വലിയ ഈവൻറ്റുകളൊന്നും ഇല്ല. ഇന്ത്യയിൽ നിന്നും വലിയ ഈവൻറ്റുകളൊന്നും ഇല്ല. ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ കുറച്ചധികം ക്രൂഷ്യലാണ്. കൂടാതെ ഈ കമ്മോഡിറ്റിയിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, അവർക്ക് ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസും വളരെയധികം വാച്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ കാണാം നാസ്ഡാക്കും ഡോയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ ഇത് കാണാൻ സാധിക്കും. ഡാക്സ്, CSE 40, FTSE എല്ലാം തന്നെ. ചുരുക്കം പറയുകയാണെങ്കിൽ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം ഗ്ലോബൽ മാർക്കറ്റുകൾ പോസിറ്റീവ് ആയിരുന്നു എന്ന് വേണം പറയാൻ. എന്നാൽ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച 3:30 ക്ലോസിന് ശേഷം ഗിഫ്റ്റ് നിഫ്റ്റിയിൽ വലിയ പോയിന്റുകളൊന്നും തന്നെ റാലി രേഖപ്പെടുത്തിയത് കണ്ടില്ല. കാരണം ഇന്ത്യൻ മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ 600 പോയിന്റിലേറെ റാലി രേഖപ്പെടുത്തിയ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇനി അടുത്ത ആഴ്ചയിലെ പ്രധാന ഡിവിഡൻഡ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ മെയ് 21 റെക്കോർഡ് ഡേറ്റ് ഉണ്ട്. പേജ് ഇൻഡസ്ട്രീസ് 200 രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ GM ബിവറേജ് കമ്പനി 7 രൂപ 50 പൈസ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. മെയ് 22 റെക്കോർഡ് ഡേറ്റ് ഉള്ളത്. ഹാവൽസ് 6 രൂപ, L&T മൈൻട്രി 45 രൂപ എല്ലാം തന്നെ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡിവിഡൻഡ് ഡീറ്റെയിൽസും നമ്മൾ ഈ കാണുന്ന എല്ലാ സ്ക്രീൻഷോട്ടുകളിലും തന്നെ നമ്മുടെ ട്രേഡ് ബഡി എന്ന് പറഞ്ഞ ടാബിൽ ലഭ്യമാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വെബ്സൈറ്റിന് ലിങ്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിവിഡൻഡ് ഡീറ്റെയിൽസുകളെല്ലാം തന്നെ അവിടെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് കാണുന്ന റിസൾട്ട് കലണ്ടറാണ്. BELന്റെ റിസൾട്ട് എന്നാ വരുന്നത് മെയ് 19. അതുപോലെ തന്നെ ഏറ്റവും താഴെ കാണാം DLFന്റെ റിസൾട്ട് എന്നാ മെയ് 19. അങ്ങനെ ഒരുപാട് കമ്പനീസിന്റെ റിസൾട്ടും നമ്മുടെ ട്രേഡ് ബഡി ടാബിലുണ്ട്. അപ്പോൾ ട്രേഡേഴ്സിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ന്യൂസിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറ്റാറുള്ളൂ. മറ്റുള്ളത് വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഓവറോൾ മാർക്കറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മളൊരു ഞൊടിയിടയിൽ നമ്മൾ കവർ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ പ്രധാന സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. അടുത്ത ഞായറാഴ്ച നമ്മുടെ കൊച്ചി ഓഫീസിൽ വെച്ചിട്ട്
ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കമ്മോഡിറ്റിയുടെ എല്ലാം തന്നെ ഓഫ്ലൈൻ ക്ലാസ് നടത്തപ്പെടുന്നുണ്ട്. ഇനി കൊച്ചിയിൽ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യാം. ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ വിലയിൽ നിങ്ങൾക്ക് ഈ കോഴ്സുകളെല്ലാം തന്നെ പഠിക്കാൻ പറ്റും. ഫസ്റ്റ് കമൻറ്റിൽ നിങ്ങൾ നമ്പർ പിൻ ചെയ്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സുകൾ ചൂസ് ചെയ്യാം. നേരെ സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് നമുക്ക് പോകാം. അരവിന്ദ് ഫാഷൻ കമ്പനിയാണ്. അരവിന്ദ് ഫാഷൻ ടോമി ഹിൽഫർഗ്, CK, കെൽവിൻ, ആരോ തുടങ്ങിയ ഗ്ലോബൽ ബ്രാൻഡുകൾ ഇന്ത്യയിൽ എത്തിച്ച് വിതരണം നടത്തുന്ന കമ്പനിയാണ്. ഇത്തവണ ലോസാണ് കമ്പനി ഉണ്ടാക്കിയിട്ടുള്ളത്. 93 കോടി രൂപ ലോസാണ് കമ്പനി ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ 24 കോടി രൂപ പ്രോഫിറ്റ് ആയിരുന്നു. ഇത് വൈസൽ റെക്കമെൻഡേഷനൊന്നും അല്ല, കമ്പനികളുടെ വാർത്തകൾ മാത്രമാണ്. ഡിവിസ് ലാബ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 23% ഇയർ ഓൺ ഇയർ ഉയർന്നു. കമ്പനി 30 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. KRBL കമ്പനി നെറ്റ് പ്രോഫിറ്റ് 35% ഉയർന്നു. 3 രൂപ 50 ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. കൽപാത്രൂ പവർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 37% ഉയർന്നു. ഇവരുടെ ഓർഡർ ഇൻഫ്ലോ എല്ലാം തന്നെ 25,000 കോടി രൂപ കവിഞ്ഞു. എയർടെൽ കമ്പനി AGR ഡ്യൂ റിലീഫിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നുണ്ട്. ഐഡിയയും സമീപിക്കുന്നുണ്ടായിരുന്നു. TVS ഇലക്ട്രോണിക്സ് കമ്പനി ഈ തവണ ലോസാണ് ഉള്ളത്. 507 കോടി രൂപ ലോസ്. 507 രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്ന കമ്പനി 507 രൂപ ലോസാണ് റിപ്പോർട്ട് ചെയ്തത്. പ്രീമിയർ എനർജി കമ്പനി 104 കോടി രൂപയിൽ നിന്ന് 277 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. കമ്പനി പുതിയ സോളാർ വാട്ടർ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ചെയ്യുന്നുണ്ട്. ആരോ ഗ്രീൻ ടെക് കമ്പനി 10 കോടി രൂപയിൽ നിന്ന് 11 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. റോട്ടോ പമ്പ് 2:1 എന്ന റേഷ്യോയിൽ ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഡേറ്റ പാറ്റേഴ്സൺ കമ്പനി 114 കോടി രൂപയിൽ നിന്ന് 71 കോടി രൂപയിൽ നിന്ന് 114 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. കമ്പനി 7 രൂപ 90 പൈസ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. സെൻടെക് കമ്പനി 34 കോടി രൂപയിൽ നിന്ന് 101 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി 2 രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ലാൻഡ്മാർക്ക് കാർ കമ്പനി ഇവർ ഹൈദരാബാദിലുള്ള കിയയുടെ വർക്ക്ഷോപ്പുകളെല്ലാം തന്നെ അവർ അക്യൂർ ചെയ്യുന്നു എന്നുള്ള ന്യൂസ്. പ്രിസിഷൻ വയർ കമ്പനി 21 കോടി രൂപയിൽ നിന്ന് 29 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഗുജറാത്ത് അംബുജ എക്സ്പോർട്ട് കമ്പനി 91 കോടി രൂപയിൽ നിന്ന് 32 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തിയതായിട്ടാണ് ഇപ്പോഴുള്ള ന്യൂസ്. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് ന്യൂസ് ആയിട്ടുള്ള എത്താം. എല്ലാവർക്കും ശുഭ ദിനം നേരുന്നു. നല്ലൊരു സൺഡേ ദിനം ആശംസിക്കുന്നു. നമ്മുടെ ചാനലുകൾ നിങ്ങളുടെ എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ചറപറാന്ന് പാസ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഉപകാരം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചാനലിലെ ന്യൂസുകൾ പറയുന്നത്. അല്ലാതെ യാതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ, ടാർജറ്റ്, അത് ഇത് നിക്ഷേപകരെ കബളിപ്പിക്കുന്ന യാതൊന്നും തന്നെ നമ്മൾ ന്യൂസിലില്ല. വാർത്തകൾ മാത്രമാണുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ശുഭ ദിനം നേരുന്നു. താങ്ക് യു.